മറ്റൊരു പരിശോധന നടന്നത് അത് നടനായ അമിത് ചക്കാലക്കലിന്റെ വീട്ടിലായിരുന്നു. അതിനുശേഷം ഈ നടപടിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും മാതൃഭൂമി ന്യൂസിനോട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. അതായത് അദ്ദേഹത്തിന്റെ മധ്യപ്രദേശ് രജിസ്ട്രേഷനിലുള്ള ലാൻഡ് ക്രൂയിസറും അതോടൊപ്പം തന്നെ വർക്ക്ഷോപ്പിൽ പണിയാൻ കൊണ്ടുവന്ന കേരള രജിസ്ട്രേഷനിലുള്ള ലെക്സസ് കാറുമാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത് എന്നാണ് അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. അത് മാത്രമല്ല, ഇനി നേരിട്ട് ചെന്ന് മൊഴി നൽകണം, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് കൂടി അമിത് ചക്കാലക്കൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഭൂട്ടാനിൽ നിന്ന് ആഡംബര വാഹനങ്ങൾ അനധികൃതമായി ഇന്ത്യയിലേക്ക് എത്തിച്ചു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടൻ അമിത് ചക്കാലക്കലിന്റെ വീട്ടിലും കസ്റ്റംസ് പരിശോധന നടത്തി. 2 വാഹനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ലാൻഡ് ക്രൂയിസറും അതോടൊപ്പം തന്നെ ലെക്സസുമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത്. അതിൽ ലാൻഡ് ക്രൂയിസർ അമിത്തിന്റെ ഉടമസ്ഥയിലുള്ള വാഹനമാണ്. ലെക്സസ് സുഹൃത്തിന്റെ വാഹനമാണെന്നുള്ളതാണ് അമിത് അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ രേഖകൾ കസ്റ്റംസ് പരിശോധിച്ചിട്ടുണ്ട്. കൂടുതൽ പരിശോധനയ്ക്കായിട്ടാണ് വീട്ടിൽ നിന്ന് വാഹനങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്. അമിത് സ്വന്തം വണ്ടിയുടെ കാര്യത്തിൽ പറയുന്നത് ലാൻഡ് ക്രൂയിസർ റഷ്യൻ എംബസി ഉടമസ്ഥയുള്ള വാഹനമായിരുന്നു. ആ വാഹനം പല ആളുകളിലൂടെ ഏകദേശം 8ാമത്തെ ഉടമസ്ഥനാണ് താനെന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ കൈമാറി വന്നതാണ്, നിയമപരമായിട്ട് തന്നെ രജിസ്ട്രേഷൻ നടത്തിയതാണെന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ലെക്സസ് തൻ്റെ സുഹൃത്തിൻ്റെ വാഹനമാണ്. ആ സുഹൃത്തിൻ്റെ വാഹനത്തിൻ്റെ സംശയം തോന്നിയത് കൊണ്ടാണ് അവർ കൊണ്ടുപോയിരിക്കുന്നത്. സുഹൃത്തിനെയും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തിയിരുന്നു. കഴിഞ്ഞ നവംബർ മാസത്തിലും സമാനമായ പരിശോധനകൾ നടന്നിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അന്നും ഒന്നും നിയമവിരുദ്ധമായി ഒന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വ്യാപകമായി നടത്തുന്ന പരിശോധനയുടെ ഭാഗമായിട്ടാണ് തൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ അമിത്തിന്റെ അഭിഭാഷകൻ എത്തിയപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു തർക്കം ഉണ്ടായിരുന്നു. കാരണം വാറണ്ട് കാണിക്കണമെന്ന് അഭിഭാഷകൻ ആവശ്യപ്പെട്ടപ്പോൾ ഉദ്യോഗസ്ഥൻ തട്ടിക്കേറി എന്നുള്ളതാണ് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സംസാരം ഉണ്ടായത്. പക്ഷേ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിച്ചുവെന്നും അമിത് പറയുന്നുണ്ട്. ഇനി കസ്റ്റംസ് ഓഫീസിൽ നേരിട്ട് ഹാജരായി മൊഴി നൽകും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആദ്യ ഉടമസ്ഥതയുടെ രേഖകൾ ഹാജരാക്കാൻ അമിതിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് റഷ്യൻ എംബസിയുടെ ഉടമസ്ഥതയായിരുന്നു വാഹനം. അതുകൊണ്ട് തന്നെ അത്തരം രേഖകൾ കൂടി ഹാജരാക്കുമ്പോൾ മാത്രമായിരിക്കും ഇക്കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. കഴിഞ്ഞ 5 വർഷമായിട്ട് താൻ ഉപയോഗിക്കുന്ന വാഹനമാണെന്നുള്ളതാണ് അമിത് പറയുന്നത്. പക്ഷേ അമിത് അതിനോടൊപ്പം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ കസ്റ്റംസ് പരിശോധന നടത്തുന്നത് ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ശരിവെക്കുന്ന തരത്തിലുള്ളൊരു പ്രതികരണവും അമിതിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അവർക്ക് ഡൗട്ട് ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ വന്നതും. അപ്പോൾ ഇവിടെ വന്ന് അവർ MVD ആയിട്ട് വന്ന് അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം പരിശോധിച്ചു. അപ്പോൾ അത് 1999 25 വർഷത്തിന് മുമ്പ് രജിസ്റ്റർ ചെയ്ത വാഹനമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അവർ ഡോക്യുമെന്റ്സ് സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അവർ പോവുകയും ചെയ്തു. അപ്പോൾ ഇനി എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. ഈവൺ ഇപ്പോൾ ഇന്ന് കൊടുത്ത ഡോക്യുമെന്റിൽ 2010 തൊട്ടുള്ള ഡോക്യുമെന്റ്സിന്റെ എല്ലാം സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പല ആൾക്കാർ ഇൻഷുറൻസ് പുതുക്കിക്കുന്നതെല്ലാം. അപ്പം അവർക്ക് അറിയേണ്ടത് ഇപ്പോൾ എല്ലാം ഞാൻ സ്മഗിൾ ചെയ്ത് കൊണ്ടുവന്നാണെന്ന് ആരോ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പഴയ ലാൻഡ് ക്രൂയിസർ പുതിയ രജിസ്ട്രേഷനിൽ കേരളം ഉൾപ്പെടെയുള്ള നിരത്തുകളിൽ കാണാറുണ്ട് എന്നുള്ളതാണ് അമിത് പറയുന്നത്. ഇവർക്കൊരു ഓൾ ഇന്ത്യ ഗ്രൂപ്പുണ്ട്. ലാൻഡ് ക്രൂയിസർ ഉടമകളുടെ ഓൾ ഇന്ത്യ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഇപ്പോൾ പുതിയതായിട്ടുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ പഴയ വാഹനവും പുതിയ രജിസ്ട്രേഷനിൽ വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഫോട്ടോകൾ പലരായിട്ട് പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്തായി വ്യാപകമായിട്ടുണ്ടെന്നും അമിത് പറയുന്നുണ്ട്. എന്തായാലും അമിത് എല്ലാ രേഖകളും ഹാജരാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആന്റണി ഗ്രിഗറിക്കൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.